മുകേഷിനെ പിന്തുണച്ച CPM ആരോപണമുയർന്ന കോൺഗ്രസുകാരൊന്നും രാജിവെച്ചിട്ടില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണ വിധേയർക്കെതിരെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മുന്നണിയുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ഇപിക്ക് പരിമിതികളുണ്ടായെന്നും TP രാമകൃഷ്ണൻ ഇടതുമുന്നണിയെ നയിക്കുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് നിന്ന് ശാലിനിയുണ്ട് വിവരങ്ങളുമായി. ശാലിനി, എന്തൊക്കെയാണ് MV ഗോവിന്ദൻ പറഞ്ഞത്? ദൃശ്യ പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയത്. ഒന്ന്, നിലവിലെ MLA ആയിട്ടുള്ള കൊല്ലം MLA മുകേഷിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുകയായിരുന്നു. ലൈംഗികാരോപണ പരാതികളും കേസുകളും അടക്കം ഉയർന്ന സാഹചര്യത്തിൽ MV ഗോവിന്ദൻ അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് കൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടിയും അത്തരത്തിലൊരു സംരക്ഷണ വലയം മുകേഷിന് തീർക്കുകയാണ്. MLA എന്ന നിലയിൽ ഒരു ആനുകൂല്യവും നിലവിൽ മുകേഷിന് നൽകില്ല എന്നുള്ളതാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുള്ളത്. സിനിമാ ബന്ധമുള്ള കമ്മിറ്റികളിൽ നിന്ന് മുകേഷിനെ മാറ്റി നിർത്തും. ഒപ്പം തന്നെ രാജി എന്ന കാര്യം ചിന്തിക്കേണ്ടതില്ല അല്ലെങ്കിൽ രാജിവെക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാടാണ് പാർട്ടി നേതൃത്വം സ്വീകരിച്ചിട്ടുള്ളത്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു അന്വേഷണം നടത്തും. ആ അന്വേഷണത്തിൽ മുകേഷിന് ഒരു രീതിയിലും ഇടപെടാനുള്ള അനുമതിയോ അംഗീകാരമോ നൽകില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ കേരളത്തിന്റെ ഇടപെടൽ മറ്റുള്ള സിനിമാ മേഖലകൾക്ക് മാതൃകയായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ധാർമ്മികമായി രാജിവെച്ചാൽ കുറ്റവിമുക്തനാക്കപ്പെട്ടാൽ തിരികെ ആ ഒരു ചുമതലയിലേക്ക് MLA സ്ഥാനത്തേക്ക് വരാൻ മുകേഷിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് രാജി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള മുറവിളികൾ അംഗീകരിക്കില്ല, പ്രതിഷേധങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യമായി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. CPM-ൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന VD സതീശിന്റെ നിലപാടടക്കം വിമർശിച്ചുകൊണ്ട് MV ഗോവിന്ദൻ പ്രതികരണം നടത്തിയത്. അതേസമയം തന്നെ LDF-ന്റെ മുൻ കൺവീനർ കൂടിയായിരുന്ന LDF കൺവീനർ കൂടിയായിരുന്ന EP ജയരാജൻ കൺവീനർ സ്ഥാനത്ത് ഒഴിവായതായി അദ്ദേഹം അറിയിക്കുകയുണ്ടായി. ഒഴിവാക്കിയെന്നോ അല്ലെങ്കിൽ സ്വമേധയാ ഒഴിഞ്ഞതോ എന്നല്ല അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി, പകരം ചുമതല മുൻ മന്ത്രി കൂടിയായ TP രാമകൃഷ്ണന് നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അടക്കം പുനഃസംഘടിപ്പിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് CPM സംസ്ഥാന നേതൃത്വം എത്തിയിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. EP കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ CPM ഘടകത്തിലുണ്ട്. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നും അദ്ദേഹത്തിനെ മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. എന്തായാലും രണ്ടുപേർക്ക് രണ്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടൊരു മൃദു സമീപനമാണ് CPM-ന്റെ സംസ്ഥാന സമിതിയിൽ ഇന്ന് സമിതി നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. EP ജയരാജന് മറ്റൊരു നടപടിയും ഒപ്പം തന്നെ മുകേഷ് MLA-ക്ക് മറ്റൊരു നിലപാടും നടപടിയും സംരക്ഷണ വലയവും പാർട്ടി ഒരുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലടക്കം വൃന്ദ കാരാട്ടിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ വൃന്ദ കാരാട്ടിന്റെ പ്രതികരണം ഉൾപ്പെടെ തള്ളിക്കൊണ്ടാണ് MV ഗോവിന്ദൻ ഇന്ന് രംഗത്തെത്തിയതെന്നതും ശ്രദ്ധേയമാണ്. ദൃശ്യ ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.